പ്രിയപ്പെട്ടവരെ, നമ്മളെ സ്നേഹിക്കുവാൻ ഈ ഭൂമിയിൽ ആരുള്ളൂ? നമ്മളെ സ്നേഹിക്കുവാൻ യഥാർത്ഥമായിട്ടും ഈ ഭൂമിയിൽ ആരുള്ളൂ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിചാരിക്കുന്നുവോ നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥമായിരിക്കുന്ന ലക്ഷ്യം എന്തെന്ന് നിങ്ങൾ പലർക്കും അറിഞ്ഞുകൂടാ. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചത് കൊണ്ട് മരിക്കുമ്പോളം എങ്ങനെയും ജീവിക്കുകയാണ്. ചിലർ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് പണമുണ്ടാക്കുന്നു, ചിലരെന്താണ് കഠിനമായിരിക്കുന്ന തിന്മകൾ കൂടെ കടന്നു പോകുന്നു, ചിലർ നിന്നാപാത്രങ്ങളായിട്ട് ജീവിക്കുന്നു. എല്ലാവരുടെയും ആഗ്രഹം എന്താണ്? ഈ ഭൂമിയിൽ എങ്ങനെയും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി. ഈ ഭൂമിയിൽ ജനിച്ചത് കൊണ്ടൊക്കെ മരിക്കുകയാണ്, അതുകൊണ്ട് എങ്ങനെയും ഒക്കെ അങ്ങ് ജീവിച്ചു പോവുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല. യഥാർത്ഥമായിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല. നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും നമ്മളെ കാത്തു പരിപാലിപ്പാൻ ശക്തനായിരിക്കുന്നവനും നമ്മുടെ പാപങ്ങൾ നമ്മളെ വീണ്ടെടുക്കുന്ന ഒരു പിതാവിന്റെ സ്നേഹം, അല്ലെങ്കിൽ ഒരു നശിച്ചു പോയ ഒരു മകനെ കാത്തിരിക്കുന്ന ഒരു അപ്പനെ പോലെ നിങ്ങളെ ഓരോരുത്തരെയും കാത്തിരിക്കുന്ന ഒരു സ്വർഗീയ ദൈവമുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ പാപം ചെയ്തും മദ്യപിച്ചും പാപം ചെയ്തും ലക്ഷ്യബോധമില്ലാതെ ഈ ഭൂമിയിൽ എന്താണ് മരിച്ചതിന് ശേഷം എങ്ങോട്ടാണ് പോകുന്നത് തിരിച്ചറിയാതെ ഓരോരുത്തരും പാപത്തിന്റെ നീർച്ചുഴിയിൽ അകപ്പെട്ട് മുങ്ങിത്താഴുമ്പോൾ ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം എങ്ങനെയാണ് ഞങ്ങൾ വർണ്ണിക്കേണ്ടത്? നോക്ക്, പിന്നെ യേശുക്രിസ്തു പറഞ്ഞ ഒരു ഉപമ ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന് ശ്രദ്ധ വെച്ച് കേൾക്കണമേ. കാരണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം വളരെ വിലയേറിയതാണ്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി നമ്മളെ കാത്തിരിക്കുന്നു. മരിച്ചതിന് ശേഷം നിത്യമായിരിക്കുന്ന നരകാഗ്നിയിലേക്ക് നമ്മൾ തള്ളപ്പെടുന്നു. നോക്ക് പ്രിയപ്പെട്ടവരെ, മദ്യപാനി ഒരിക്കലും ദൈവരാജ്യം അവകാശമാക്കത്തില്ല. കൊലപാതകൾ നിത്യമായിരിക്കുന്ന നരകത്തിലേക്ക് കടന്നു പോകും. ദൈവത്തെ അല്ലാതെ മറ്റുള്ളതിനെ ആരാധിക്കുന്നവരും നശിച്ച് നരകാഗ്നിയിലേക്ക് ഒടുങ്ങിപ്പോകും. ദ്രവ്യാഗ്രഹങ്ങളും നശിച്ച് നരകാഗ്നിയിലേക്ക് ഒടുങ്ങിപ്പോകും. നോക്ക്, പിന്നെ ഭാര്യയെ വഞ്ചിക്കുന്നവരും ഭർത്താവിനെ വഞ്ചിക്കുന്നവരുമായിരിക്കുന്നവർ നരകവിധിയിലേക്ക് ഒടുങ്ങിപ്പോകും. എല്ലാവരെയും ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെയും പാപം ചെയ്തുവിട്ട ഉള്ളവരാണെങ്കിലും അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം ക്ഷമിക്കുമെന്നും നമ്മളെ മടക്കി വരുത്തുമെന്നും നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നശിച്ചുപോയ നിങ്ങളുടെ ജീവിതങ്ങളെ ദൈവം മടക്കി തരുമെന്ന് എത്ര ആൾക്കാർ വിശ്വസിക്കുന്നു? ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ നല്ല കാലങ്ങള്, നല്ല യൗവനകാലങ്ങള് സത്യദൈവമായിരിക്കുന്ന ക്രിസ്തുവിനെ അറിയാതെ പാപം ചെയ്തും ഈ ലോകത്തിന്റെ ഇമ്പത്തിനൊത്തവണ്ണം ജീവിച്ചും ഞങ്ങളൊക്കെയും നശിച്ചു പോയവരാണെങ്കിലും പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ പാപവഴികളെ വിട്ടുതിരിഞ്ഞ് കർത്താവിലേക്ക് തിരിയുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടി. ഞങ്ങൾ ദൈവത്തിന്റെ മക്കളായിട്ട് വിശുദ്ധന്മാരായിട്ട് തീരുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടി. നോക്കി, പിന്നെ ദൈവം എങ്ങനെയാണ് നമ്മളെ സ്നേഹിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് ചെറിയ ഉപമ മുഖാന്തരം പറയാം. അത് യേശുക്രിസ്തു പറഞ്ഞ ഉപമയാണ്. യേശുക്രിസ്തു ഒരിക്കൽ ഇങ്ങനെ പറയുവാനിടയായി. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. ഈ അപ്പനും മക്കളും എന്താണ് രാജാവും രാജകുമാരൻ പോലെ ജീവിച്ചവരാണ്. ബഹുസമ്പന്നന്മാരായിരിക്കുന്ന ഈ 2 ആൺമക്കളും അപ്പന്റെ മടിത്തട്ടിൽ കളിച്ചു വളർന്നു. അവൻ രാജകുമാരനെ പോലെ 100 കണക്കിന് വേലക്കാരുടെ ശുശ്രൂഷകൾ ഏറ്റു ജീവിച്ചു. അവിടെ ഒന്നിനും കുറവുണ്ടായിരുന്നില്ല. അവിടെ സമാധാനവും സന്തോഷത്തിന്റെ സമൃദ്ധി ഉണ്ടായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ട ഇളയ മകൻ ഒരിക്കൽ അപ്പനോട് പറഞ്ഞു, അപ്പാ എനിക്ക് തരേണ്ടുന്ന സ്വത്ത് ഇങ്ങി തരണമെന്ന് പറഞ്ഞു. അപ്പൻ എന്ത് ചെയ്തു? ന്യായമായ രീതിയിൽ മകന് കൊടുക്കേണ്ട സ്വത്ത് പാകം ചെയ്ത് അവന് കൊടുത്തു. അവനത് വിറ്റ് ആ പണവും സ്വരൂപിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അപ്പനെ വിട്ട് വളരെ വളരെ കാലങ്ങളോളം ദൂരദേശത്തേക്ക് കടന്നുപോയി. ഈ യൗവനക്കാരൻ അവന് കിട്ടിയ പണം മുഴുവനും തൂർത്തടിച്ച് മദ്യപിച്ചും വെറിക്കൂത്തുകളിലും അകപ്പെട്ട് തന്റെ സമ്പത്ത് മുഴുവനും എന്താണ് നശിപ്പിച്ച് കളഞ്ഞു. ഒരു ചില്ലിക്കാശ് പോലും ഇല്ലാതെ അവൻ കഷ്ടപ്പെട്ടു. അവൻ കടന്നുപോയ ദൂരദേശത്ത് കഠിനമായിരിക്കുന്ന ക്ഷാമവും ഉണ്ടായി. അങ്ങനെ കഠിനമായിരിക്കുന്ന ക്ഷാമം ഉണ്ടായപ്പോൾ അവന് ജീവിക്കണമെങ്കിൽ ഉപജീവന മാർഗത്തിന് വേണ്ടി അവന് ഒരു ജോലി അന്വേഷിച്ചപ്പോൾ അവന് ലഭിച്ചത് ഒരു പന്നി ഫാമിലെ ജോലിയാണ്. പന്നിയെ തീറ്റുന്ന ജോലിയാണ്. അതേ പ്രിയപ്പെട്ടവരെ, എത്ര നികൃഷ്ടമായിരിക്കുന്ന ജോലിയാണ്, എത്ര ദുർഗന്ധം വമിക്കുന്ന ജോലിയാണ്. ഇവൻ രാജകുമാരനായിരുന്നു. എന്നാൽ ഇവൻ എന്ത് ചെയ്തു? ഈ പന്നിയെ തീറ്റുന്ന ജോലി ഏറ്റെടുത്ത്. കാരണം ജീവിക്കണ്ടിയോ? അപ്പന്റെ അടുക്കലേക്ക് ഇനി മടങ്ങിപ്പോകാൻ കഴിയുമോ? കഴിയത്തതുമില്ല. അവൻ അങ്ങനെ പന്നിക്കൂട്ടിൽ ജോലി ചെയ്യുമ്പോൾ അവന് വിശന്നിട്ട് ഈ ലോകത്തിലെ ഏറ്റവും നികൃഷ്ടമായിരിക്കുന്ന ഭക്ഷണം കഴിക്കുന്നത് പന്നികളാണ്. ആ പന്നിയുടെ ഭക്ഷണം കഴിപ്പാൻ പോലും അവൻ ആഗ്രഹിച്ചു. എന്നാൽ പ്രിയപ്പെട്ടവരെ, പന്നിയുടെ യജമാനനോ ആ പന്നിയുടെ ഭക്ഷണം പോലും അവന് കൊടുത്തില്ല. അപ്പോഴവന് സുബോധം വന്നു. അവനെന്താണ് മദ്യപാനത്തിന്റെ മറ്റ് തെറ്റായിരിക്കുന്ന വഴികൾ കൊണ്ട് സ്വഭാവമില്ല നടന്നവന് ആ ഒരു പന്നിക്കൂട്ടിലെ ഭക്ഷണം പോലും കിട്ടാതെ കഠിനമായിരിക്കുന്ന കഷ്ടത്തിലായപ്പോൾ അവന് സുബോധം വന്നു. എന്താണ് സുബോധം എന്ന് അറിയാമോ? എനിക്കൊരു അപ്പനുണ്ട്. അപ്പനിതാ അവന്റെ വീട്ടില് വേലക്കാരോട് കൂടെ സമ്പന്നനായിട്ട് രാജാവായിട്ട് ജീവിക്കുന്നു. ഞാനും അവിടെ ഒരു രാജകുമാരനായിട്ട് ജീവിച്ചിരുന്നവനാണ്. ഒരു പക്ഷേ മടങ്ങിപ്പോയാലോ, ആ അപ്പന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോയാലോ എനിക്കിനി ജീവിക്കുവാൻ കഴിഞ്ഞേക്കും. അവൻ എനിക്ക് ഭക്ഷണം തരും. ഇനി മകനാണെന്ന് പറഞ്ഞ് അപ്പ എന്ന് പറഞ്ഞ് വിളിപ്പാൻ ഞാൻ യോഗ്യത നഷ്ടപ്പെടുത്തിയവനാണ്. ഞാൻ മടങ്ങി എൻ്റെ അപ്പന്റെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവന്റെ കൂലിക്കാരായിരിക്കുന്നവരോട് ചേർന്ന് നിന്ന് വയലിൽ ജോലി ചെയ്തുകൊണ്ട് ഭക്ഷണം മാത്രം കഴിച്ചുകൊള്ളാമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അവൻ അവന്റെ അപ്പന്റെ ദേശത്തേക്ക് മടങ്ങിപ്പോവുകയാണ്.
ഈ മകൻ കണ്ടോ അപ്പന്റെ സകല സമ്പത്തും നശിപ്പിച്ചവന്. അവന് ആ ദൂരേത് കടന്നു വരുന്നത് അപ്പൻ മട്ടുപ്പാവിലിരുന്ന് കാണുകയാണ്. കീറിയ വസ്ത്രം, പൊട്ടിയ ചെരുപ്പ്, ദുർഗന്ധം വമിക്കുന്ന അനുഭവങ്ങള്, താടിയും മുടിയൊക്കെ നീട്ടി വളർത്തി ഭ്രാന്തനെ പോലെ ദൂരേത് വരുന്ന മകനെ കണ്ടുകൊണ്ട് ആ മട്ടുപ്പാവിലിരുന്ന ആ അപ്പൻ ഓടി ഇറങ്ങി ചെന്നിട്ട് ഈ മകനെ അവന്റെ ആ മാറുന്ന അനുഭവത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിക്കുകയാണ്. എന്നിട്ട് തന്റെ വേലക്കാരിയെല്ലാം വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, കണ്ടോ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ മകൻ മടങ്ങി വന്നിരിക്കുന്നു, ഇവൻ മരിച്ചു പോയവനായിരുന്നു, ഇപ്പോഴിതാ ജീവിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് വേലക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, വേഗം കാളയേർത്തവന് വിരുന്നൊരുക്കുവിന്, ഇവൻ ഇതാ പുതിയ പട്ടുവസ്ത്രം ധരിപ്പിപ്പിന്, ഇവന്റെ കാലുകൾക്ക് പുതിയ ചെരുപ്പിടിപ്പിന് എന്ന് പറഞ്ഞിട്ട് ഈ അപ്പന് ഈ മകനോട് ചേർന്ന് പ്രിയപ്പെട്ടവരെ തീൻമേശയിലേക്ക് കടന്ന് ഒന്നിച്ച് അത്താഴം കഴിക്കുകയാണ്. നോക്കുവിന് തന്റെ സമ്പത്ത് മുഴുവനും നശിപ്പിച്ചിട്ടും തന്റെ ആ ജീവിതത്തിൽ ആ പിതാവിനെ സമ്പൂർണ്ണമായിട്ടും അവനെന്താണ് അവന്റെ സ്വഭാവം മൂലം ആ പിതാവിന് ദുഃഖങ്ങളും നിരാശകളും അപമാനങ്ങളും ഉണ്ടായെങ്കിലും ആ മകൻ മടങ്ങി വന്നപ്പോൾ അപ്പനോട് ചെന്നവനെ കെട്ടിപ്പിടിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ ഇതുപോലെ ഒരു പിതാവിന്റെ സ്നേഹം ദൈവത്തിനുണ്ട്. നിങ്ങൾ പാപം ചെയ്ത് വഴിയോരങ്ങൾ കൂടെ ഇങ്ങനെ അലസന്മാരായിട്ട് ഉന്മാദത്തിൽ കൂടെ മദ്യപിച്ചും മറ്റു വിധമായിരിക്കുന്ന പാപങ്ങളിലും കൂടെ കടന്നു പോയിട്ട് ജീവിത ലക്ഷ്യമില്ലാതെ അലയുമ്പോൾ ഇതാ ദൈവം പറയുന്നു, മടങ്ങി വാ, എന്റെ അടുക്കലേക്ക് മടങ്ങി വാ, ഞാൻ നിന്നെ ചേർത്ത് കൊള്ളാമെന്ന് അവൻ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അപ്പന്റെ അടുക്കലേക്ക് പോയി സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൻ സകല ജാതി മതസ്ഥരോടും പറയുന്നു, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പിതാവ് സ്വർഗത്തിലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങളെ പോക്കി നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് തന്നോടുകൂടെ എന്നേക്കും ജീവിപ്പാൻ യോഗ്യനാക്കി നിർത്തും. ഞങ്ങൾ പറയുന്നത് യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ആ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിലേക്ക് നമ്മളെ മടക്കി കൊണ്ടുവരേണ്ടതിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗം വെട്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും നമ്മുടെ പാപങ്ങളെ അവൻ സ്വയം ചുമന്നുകൊണ്ട് നമുക്ക് പകരക്കാരനായിട്ട് മരിക്കുകയും ചെയ്തു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും പാപം ചെയ്ത് ദൈവത്തെ നഷ്ടപ്പെടുത്തിയവരാണ്. നമ്മളെല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയവരാണ്. എന്നാൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ നമ്മളെ വീണ്ടും സമാധാനത്തിലേക്ക് കൊണ്ടുവരുവാൻ യേശു ക്രിസ്തു ഒരു മധ്യസ്ഥനായിട്ട് സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് പാപത്തിന്റെ ശമ്പളം മരണമാണ്, ദൈവത്തിൽ നമ്മളെ അകറ്റിക്കളഞ്ഞത് പാപമല്ലയോ? ഈ മകനെ അപ്പനിൽ നിന്ന് അകറ്റിക്കളഞ്ഞത് അവന്റെ പാപമല്ലയോ? എന്നാൽ അപ്പനിലേക്ക് മടങ്ങി വന്നപ്പോൾ അപ്പൻ അവന് പാപമോചനം കൊടുത്തതുപോലെ, അപ്പൻ വീണ്ടും അവനെ മകനാക്കി തീർത്തതുപോലെ നിങ്ങൾക്ക് ദൈവത്തിന്റെ മക്കളും വിശുദ്ധന്മാരും സമാധാനമുള്ളവരുമായിട്ട് ഭൂമിയിൽ ജീവിക്കേണ്ടതിനും ഈ ഭൂമിയിലെ ജീവിതാവസാനം മരിക്കുമ്പോൾ മരണഭയം കൂടാതെ ദൈവത്തിന്റെ മുഖം കണ്ടുകൊണ്ട് മരിപ്പാനും മരിച്ചതിന് ശേഷം കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനോട് ദൈവത്തിനോട് കൂടെ സ്വർഗത്തിലേക്ക് എന്നേക്കും ജീവിക്കുന്ന ഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പാനും ഏക വഴി യേശു ക്രിസ്തു മാത്രമാണ്. ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു നമ്മുടെ പാപം പോക്കി നമ്മളെ ശുദ്ധീകരിക്കേണ്ടതിന് അവനെ താണ ലോകത്തിലേക്ക് ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന് പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ ശിക്ഷ അവൻ ഇതാ ക്രൂസിന്മേൽ തന്റെ ശരീരത്തിൽ ഏൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമില് ആ ഗോൽഗോഥ മലമുകളില് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് 2 കള്ളന്മാരുടെ മധ്യേ 3 ആണിമേൽ അവൻ തൂങ്ങിക്കിടക്കുന്നത് നിന്നോടുള്ള സ്നേഹമാ. എന്റെ കുഞ്ഞെ, നിങ്ങളെ ഓരോരുത്തരെയും യേശു ക്രിസ്തു സ്നേഹിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം വ്യക്തിപരമായിട്ട് സ്നേഹിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം പേർ ചൊല്ലി വിളിക്കുന്നു. നീ ഇന്ന് പാപത്തിലാണ്, നീ ഇതെന്താണ് ആത്മഹത്യാ ചിന്തയിലാണ്, മറ്റുള്ളവരെ കൊല ചെയ്യണമെന്നുള്ള പ്രതികാര ചിന്തയിലാണ്. സാരമില്ല, കർത്താവ് പറഞ്ഞു, വേണ്ട, ഞാൻ നിന്നെ സഹായിക്കാം. തകർന്നിരിക്കുന്ന ഹൃദയങ്ങളെ യേശു ക്രിസ്തു പറഞ്ഞു, എന്റെ അടുക്കലേക്ക് വാ, ഞാൻ നിന്നെ സഹായിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായിട്ടുള്ളവരെ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വാ, ഞാൻ നിനക്ക് ആശ്വാസം നൽകി തരാം. പ്രിയപ്പെട്ടവരെ, ഒരു പുരുഷൻ മദ്യപിക്കുന്നതിന് പലവിധ കാര്യങ്ങളുണ്ട്. കുടുംബ തകർച്ചകളുണ്ട്, കഠിനമായിരിക്കുന്ന ജോലി കാര്യങ്ങളുണ്ട്, കഠിനമായിരിക്കുന്ന വേദനകളുണ്ട്. അവിടെയൊക്കെയും അവന് സൗഖ്യം തരുവാൻ എന്താണ് ഭൂമിയിൽ ആരും ഉണ്ടായിരിക്കുകയാണെന്നില്ല. അവനോ ദൈവത്തെ അറിയുന്നതുമില്ല. അതുകൊണ്ട് അവൻ ആശ്വാസത്തിന് വേണ്ടി മദ്യപിക്കുന്നു. പണ്ട് തൃശ്ശൂർ ജില്ലയിലെ അശോകൻ എന്ന പേരുള്ള ഒരു ചുമട്ടുകാരനുണ്ടായിരുന്നു. അദ്ദേഹം എന്താണ് ചുമടെടുത്ത് ഉപജീവനം കഴിക്കുന്നതാണ് ചന്തസ്ഥലങ്ങളിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ അവന് കഠിനമായിരിക്കുന്ന തലവേദനയുണ്ടായി. ആ തലവേദനയ്ക്ക് സകല ഡോക്ടർമാരുടെ അടുക്കൽ പോയി ചികിത്സിച്ചിട്ടും അവനെന്താണ് തലവേദന മാറിയില്ല. ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ് കേട്ടോ. അങ്ങനെ കഠിനമായിരിക്കുന്ന വേദനയിൽ കൂടെ കടക്കുമ്പോൾ വൈദ്യന്മാർക്ക് അവന് സൗഖ്യം തെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവന്റെ കൂട്ടുകാരായിരിക്കുന്ന ചുമട്ടു തൊഴിലാളികൾ പറഞ്ഞാൽ കഞ്ചാവ് അടിച്ചാൽ മതി, വേദന മാറുമെന്ന് പറഞ്ഞു. ഇവൻ കഞ്ചാവ് അടിക്കാൻ വേണ്ടിയിട്ടല്ല, പിന്നെയോ വേദന മാറാൻ വേണ്ടി കഞ്ചാവ് അടിച്ചു തുടങ്ങി. എന്നാൽ കഞ്ചാവ് എത്രമാത്രം വലിച്ചു കയറ്റിയിട്ടും അവന്റെ വേദനയ്ക്ക് മാറ്റം വന്നില്ല. അതിനേക്കാളും കഠിനമായിരിക്കുന്ന ചരസും ഹാഷിഷ് ഓയിലും അവൻ ഉപയോഗിച്ചു, വേദനയ്ക്ക് മാറ്റം വന്നില്ല. ആ വേദന അസഖ്യമായിരിക്കുന്ന ഒരു പ്രഭാതത്തിൽ അവനൊരു തീരുമാനമെടുത്തു, ആത്മഹത്യ ചെയ്യാൻ സഹിക്കാൻ വയ്യ, ഈ വേദനയും കൊണ്ട് ജീവിക്കുവാൻ വയ്യ. അവൻ അങ്ങനെ ആത്മഹത്യ ചിന്തയോടുകൂടെ പ്രഭാതത്തിൽ അവന്റെ കട്ടിലിൽ ഇങ്ങനെ തലവേദന എടുത്ത് കിടക്കുമ്പോൾ അവൻ റേഡിയോ ഒന്ന് ഓൺ ചെയ്ത് നോക്കി. റേഡിയോ ഓൺ ചെയ്യുമ്പോൾ അതിനകത്തൂടെ ഒരു പ്രഭാഷണം കേൾക്കാം. പണ്ട് സിലോണിരുന്ന് ശ്രീലങ്കയിൽ നിന്ന് രാവിലെ വരുന്ന യേശു വിളിക്കുന്നു എന്നുള്ള പ്രഭാഷണം
പ്രഭാഷണമാണ് താൻ കേൾക്കുന്നത്. അബദ്ധത്തിൽ എങ്ങനെന്തോ അവിടെ എങ്ങാണ്ട് മീറ്റർ അവിടെ കയറിയിട്ട് ഈ പ്രഭാഷണം എന്നാണ്. അപ്പോൾ എന്താണ്, താൻ എന്തോ ശ്രദ്ധിച്ചപ്പോൾ അതിനകത്തൊരു സ്വരം കേട്ടു, മകനെ നിന്റെ പാപമില്ലയോ നിന്റെ വേദനയ്ക്ക് കാരണം? എന്താണ്, വൈദ്യന്മാർക്ക് നിന്നെ സൗഖ്യപ്പെടുത്തുവാൻ കഴിയത്തില്ല, നിന്റെ പാപമല്ലയോ നിന്റെ വേദനയ്ക്ക് കാരണമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ ശ്രദ്ധിച്ചു, നേരാണല്ലോ, ഈ വേദനയ്ക്ക് മാറ്റം വരുത്തുവാൻ വൈദ്യന്മാർക്ക് കഴിഞ്ഞിട്ടില്ല, ഒരു പക്ഷേ എൻ്റെ പാപമായിരിക്കാം എന്നെ ഇങ്ങനെ നശിപ്പിച്ച് കളയുന്നത്. വീണ്ടും ആ പ്രഭാഷകൻ പറയാണ്, നീ ഒരു കാര്യം ചെയ്യ്, ദാ നിനക്ക് വേണ്ടി യേശു ക്രിസ്തു മരിച്ചിരിക്കുന്നു, അവൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, നിന്റെ ജീവിതം യേശു ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചാല് അവൻ നിന്റെ വേദനകളെ മാറ്റും, നിന്റെ പാപങ്ങൾ നിന്നെ രക്ഷിച്ച് നിനക്ക് സമാധാനം തരും. നിനക്ക് മനസ്സുണ്ടെങ്കിൽ വേദനയിൽ നിന്ന് സൗഖ്യം തരുവാൻ യേശു ക്രിസ്തു ശക്തനാണ്. ഇവന് വേദനയിൽ നിന്ന് സൗഖ്യം വേണം, മരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടല്ല, വേദന സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ആത്മഹത്യ തെരഞ്ഞെടുത്തത്. ഈ മനുഷ്യൻ എന്ത് ചെയ്തു, ആ കട്ടിൽ നിറങ്ങി നിലത്തിരുന്നിട്ട് പറഞ്ഞു, യേശുവേ നീ എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, നീ എനിക്ക് വേണ്ടി കഷ്ടമേറ്റെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ രോഗങ്ങളെ ചുമന്നുകൊണ്ടാണ് അവിടുന്ന് ക്രൂശിൽ മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് മുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ വേദന മാറ്റി തരികയാണെങ്കിൽ എൻ്റെ ജീവിതം ഞാൻ പാപവഴികളെ വിട്ട് നിനക്ക് വേണ്ടി ജീവിക്കാമെന്ന് തീരുമാനമെടുത്തു. ആ ദിവസം തന്നെ അവൻ്റെ തലവേദന മാറി. വർഷങ്ങളായിട്ട് താൻ അനുഭവിച്ച കഠിനമായിരിക്കും തലവേദനകൾ താൻ സ്വതന്ത്രനായി. പ്രിയപ്പെട്ടവരെ, അന്ന് മുതൽ അവൻ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങി. അവൻ്റെ ജീവിതം സമാധാനം കൊണ്ട് നിറഞ്ഞു. ഇനി കഞ്ചാവ് വേണ്ട, മദ്യം വേണ്ട, മറ്റുള്ളവരുടെ വഴക്കമുണ്ടാക്കണ്ട. അന്നത്തെ ഉപജീവനം കഴിക്കുന്ന ആ പണം കൊണ്ട് അവനും അവൻ്റെ കുടുംബവും സമാധാനത്തോടും സമൃദ്ധിയോടും ജീവിച്ചു. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. എൻ്റെ പേര് വിജയഗോപാൽ എന്നാണ്. ഞാൻ ഹിന്ദുമതത്തിൽ ജനിച്ച റാന്നി സ്വദേശി. അഹങ്കാരം കൊണ്ടും നെകളും കൊണ്ടും കഴിഞ്ഞു പോയ നാളുകൾ, 34 വയസ്സ് വരെയും ആരെയും അംഗീകരിക്കാതെ എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് നടന്ന ഒരു ജന്മം, ആരെയും അംഗീകരിക്കാതെ ആരുടെയും വാക്കുകൾ കേൾക്കാൻ മനസ്സില്ലാതെ എൻ്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് മാത്രം ചെയ്യുവാൻ ഇച്ഛിച്ച അഹങ്കാരിയായിരുന്ന ഒരു മനുഷ്യന്. എന്നാൽ 23 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ 34ാമത്തെ വയസ്സിൽ 2002 ആ ഡിസംബർ 27 ലാസ്റ്റ് സന്ധ്യാസമയത്ത് ഞാൻ തീരുമാനമെടുത്തു, രാത്രികാലം ആത്മഹത്യ ചെയ്യണമെന്ന്. അത്രമാത്രം ജീവിതം ദുസ്സഹമായിട്ട് തീർന്നു. കുടുംബ തകർച്ചകള്, പിന്നെന്താണ് കടബാധ്യതകള്, നിരവധിയായിരിക്കുന്ന പാപ സ്വഭാവങ്ങള്. അവസാനം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ആ രാത്രി സന്ധ്യാസമയത്ത് എന്നെ തേടി ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നതുപോലെ ഒരു ഉപദേശി എൻ്റെ വീട്ടിൽ വന്ന്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഭാര്യ അറിഞ്ഞില്ല, എൻ്റെ കുഞ്ഞറിഞ്ഞില്ല, അവൻ്റെ അപ്പന് അവളുടെ ഭർത്താവ് വന്ന് രാത്രികാലം മരിക്കുമെന്ന്. എന്നാൽ ദൂരദേശത്തുനിന്ന് ഒരു ഉപദേശി എന്നെ തേടി കടന്നു വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, വിജയം, കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ വീട്ടിൽ പ്രാർത്ഥിപ്പാൻ ഇരിക്കുമ്പോഴൊക്കെ നിന്റെ മുഖം തെളിഞ്ഞു വരികയാണ്, നീ പുറമെ സന്തോഷവാനാണെങ്കിലും നിന്റെ ഉള്ളം മരിച്ചാൽ മതി എന്നായിട്ടില്ലയോ? ഞാൻ പറഞ്ഞു, മരിപ്പാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് യേശുക്രിസ്തുവിന്റെ ഒരു വചനം പറഞ്ഞു, ഇപ്പോഴോ യാക്കോബെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായിരിക്കുന്ന കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടി ഇരിക്കും, നീ പുഴയിൽ കൂടി കടക്കുമ്പോൾ പുഴ നിന്റെ മേൽ കവിഞ്ഞൊഴുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഇസ്രായേലിന്റെ പരിശുദ്ധനായിരിക്കുന്ന ഞാൻ നിന്റെ രക്ഷകൻ, ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ പ്രാണന് പകരം ജാതികളെയും തരുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. ആ വചനം എന്നെ ആശ്വസിപ്പിക്കുകയും ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ ഹൃദയം സമാധാനം കൊണ്ട് നിറയുകയും ചെയ്തു. ഒരപ്പനെ പോലെ എന്നെ സ്നേഹിച്ച ദൈവം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പാപിയോടെ സമ്പാദിച്ച ആ ദൈവം. പ്രിയപ്പെട്ടവരെ, അന്ന് മുതൽ ഞാൻ സമാധാനം എന്തെന്ന് തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ 23 വർഷങ്ങളായിട്ട് സമാധാനം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. സ്വസ്ഥമായിട്ട് ഞാൻ ജീവിക്കുന്നു, ശാന്തതയോടെ ഞാൻ ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സമാധാനവും സ്വസ്ഥതയും നിങ്ങൾക്കുണ്ടാകേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നിങ്ങൾ അറിയണം, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ മരിച്ചു പോകും. മരിച്ചതിന് ശേഷം നിങ്ങളുടെ പാപത്തിന്റെ ശിക്ഷ ഏൽപ്പാൻ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. നിങ്ങൾ പാപിയായിട്ടാണ് മരിക്കുന്നതെങ്കിൽ അവൻ നിന്നെ വിധിച്ച് ഒരിക്കലും തീർന്നു പോകാത്ത തീപ്പൊയിലേക്ക് എറിഞ്ഞു കളയും. അത് 1-2 വർഷമൊന്നും അല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ, 14 വർഷമുള്ള ജയിലിൽ കിടക്കുന്ന വാസവുമല്ല. എത്ര കോടി വർഷം എന്നൊരു കണക്കില്ല, അതിന് എണ്ണസംഖ്യയ്ക്ക് അവസാനമില്ല. എത്ര കോടി വർഷങ്ങൾ കഴിഞ്ഞാലും നരകത്തിൽ നമ്മളെ വീണ്ടെടുപ്പാൻ പുരോഹിതന്മാർക്ക് കഴിയത്തില്ല, പിണ്ടാടിയന്തരങ്ങൾക്കോ ധൂവപ്രാർത്ഥനകൾക്കോ നമ്മളെ രക്ഷിപ്പാൻ കഴിയത്തില്ല. ആകിയാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? ആ യേശുക്രിസ്തുവിന്റെ ക്രൂസിലേക്ക് നോക്കുവിന്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമില് ആ ഗോൽഗോഥ മലമുകളില് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് 2 കള്ളന്മാരുടെ മധ്യേ 3 ആണിമേൽ അവൻ തൂങ്ങിക്കിടന്നുകൊണ്ട് നിലവിളിച്ച്, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ ശിക്ഷ അവന്റെ പേരായപ്പോഴും പാപികളായിരിക്കുന്ന മനുഷ്യരുടെ കയ്യിൽ നിന്ന് അടിയേറ്റ് ശരീരം തകർക്കപ്പെട്ടവനായിരിക്കുന്നവൻ, മുഖത്ത് തുപ്പലേറ്റ് നിന്ദിക്കപ്പെട്ടവനായിരിക്കുന്നവൻ, നിന്റെ പാപം ചുമന്നത് വഴി പാപകരമായിരിക്കുന്ന ക്രൂശിൽ തൂങ്ങിക്കിടക്കേണ്ടി വന്നവന് അവൻ നിലവിളിയോടുകൂടെ തന്റെ പ്രാണനെ വിട്ടുകളഞ്ഞത് നിനക്ക് പ്രാണനെ തരാനാ. ദൈവസന്നിധിയിൽ മരിച്ചുപോയ നിനക്ക് ജീവനെ നൽകി തരുവാന്, നിത്യജീവനെ മരണമില്ലാത്ത അനുഭവത്തിലേക്ക്
ഭൂമിയിലേക്ക് നിന്നെ കൊണ്ടുവരേണ്ടതിന് ദൈവം തന്റെ പുത്രനെ നിനക്ക് പകരക്കാരനായിട്ട് യാഗം കഴിച്ചുവെങ്കിൽ ആ യേശുക്രിസ്തു മുഖാന്തരം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് സ്നേഹിക്കുന്നു. എനിക്കറിയാം നീ എന്താ കള്ളു കുടിക്കുന്നതെന്ന്, എനിക്കറിയാം നീ എനിക്ക് എന്താണ് നിരാശയെന്ന്. നിന്നെ സ്നേഹിക്കാൻ ആരുമില്ല, അതല്ലേ സത്യം. എന്നാൽ നിരാശപ്പെടേണ്ട, നിന്നെ സ്നേഹിക്കാൻ യേശുക്രിസ്തുവിന്റെ ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ. അവൻ പറയുന്ന ഒരമ്മ തന്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കുമോ, ഒരമ്മ താൻ പ്രസവിച്ച മകനെ മറന്നു കളയുമോ? അങ്ങനെ മറന്നു കളഞ്ഞ ചില വ്യക്തികൾ എൻ്റെ മുമ്പിൽ കേൾക്കുന്നുണ്ട്. അമ്മയാൽ ഉപേക്ഷിക്കപ്പെട്ട ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു, അവൾ നിന്നെ മറന്നു കളഞ്ഞാലും അവൾ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കുകയുമില്ലെന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഒരു നാളും നിന്നെ ഉപേക്ഷിക്കത്തില്ല. നീ വിശ്വസിക്കുന്നെങ്കിൽ ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും മരിച്ചതിന് ശേഷം നമ്മൾ അവന്റെ കരം പിടിച്ച് നടക്കും. ആകിയാൽ യേശുക്രിസ്തു മരിക്കുമ്പോൾ നമ്മളുള്ള ശത്രുത്വം നീക്കപ്പെട്ടത് വഴി, നമ്മുടെ പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റത് വഴി ദൈവത്തിന് നമ്മളോട് പ്രസാദം തോന്നി. ആ യേശുക്രിസ്തു മരിച്ചുവെങ്കിലും അവൻ അടക്കപ്പെട്ടുവെങ്കിലും ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് മൂന്നാം ദിവസം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് വഴി ആ യേശുക്രിസ്തു മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാൽ അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് മാനസാന്തരപ്പെടാമോ? നീ പൊന്നും വെള്ളിയും തന്നിട്ട് എനിക്ക് എന്ത് നേടാനാ? ഇത് മുഴുവൻ ഞാൻ സൃഷ്ടിച്ചതല്ലയോ? ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവനെ പൊന്നും വെള്ളിയും കൊണ്ട് നിങ്ങൾ തൃപ്തി വരുത്താൻ കഴിയുന്നത് എന്താ? അവനൊരു കൂടാരത്തിൽ വസിക്കുമോ? ഇല്ല. നമ്മൾ പണിത ഒരു ചുവരുകൾക്കുള്ളിൽ ദൈവം വസിക്കുമോ? ഇല്ല. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവം പറഞ്ഞടാ കുഞ്ഞാ, നീ ഒന്ന് മാനസാന്തരപ്പെടാ. നിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സമാധാനം കണ്ടെത്തുവാൻ നീ ഒന്ന് മാനസാന്തരപ്പെടാ. എന്താ മാനസാന്തരം എന്നറിയാമോ? ഇന്നേ വരെ നിനക്ക് ആശ്വസിപ്പാൻ തരുവാൻ നിന്റെ മതത്തിൽ ഒന്നുമില്ലല്ലോ. ക്രിസ്ത്യ മതമായാലും ഹിന്ദു മതമായാലും ഇസ്ലാം മതമായാലും നിനക്ക് ആശ്വാസം നൽകി തരുവാൻ ഇവിടെ ഒന്നുമില്ലല്ലോ. എല്ലാ വർഷവും നീ യാഗങ്ങളും ബലികളും കർമ്മങ്ങളും മറ്റു വിധമായിരിക്കുന്ന ആചാരങ്ങളും പെരുന്നാളുകളും എല്ലാം കൊണ്ടാടുന്നുണ്ടല്ലോ. നിനക്ക് ആശ്വാസം നൽകി തരുവാൻ, നിന്റെ പാപത്തിൽ നിന്നെ രക്ഷിപ്പാൻ നിന്റെ മതത്തിലോ നിന്റെ മതപുരോഹിതന്മാർക്കോ ഒന്നുമില്ലല്ലോ. കുഞ്ഞെ, അതെല്ലാം വിട്ടുകളയടാ. എന്നിട്ട് നോക്ക്, കണ്ടോ, നിനക്ക് വേണ്ടി മരിച്ചവനും നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് എന്നെ ഒന്ന് നോക്ക്. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുന്നു, നീ എന്നിലേക്ക് നോക്ക്. അവന്റെ വചനം പറയുന്നു, അവന്റെ മുഖത്ത് നോക്കിയവരാരും ലജ്ജിച്ചു പോയിട്ടില്ല, അവന്റെ മുഖത്ത് നോക്കിയവരാരും ഒരു നാളും ലജ്ജിച്ചിട്ട് പോയില്ല. അവരുടെ മുഖം പ്രകാശിതമായതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, അവരിൽ നമുക്ക് ആശ്വാസ കാലങ്ങളെ വരും. അവന്റെ സമൂഹത്തിൽ നിന്ന് നമുക്ക് ആശ്വാസ കാലങ്ങളെ അവൻ അയക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവങ്കിലേക്ക് തിരിഞ്ഞ് അവനെ മാത്രം ആരാധിപ്പാൻ തക്കവണ്ണം നിങ്ങൾ തീരുമാനമെടുക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെ വരും. നിങ്ങളുടെ നശിച്ചു പോയ കുടുംബജീവിതങ്ങളെയും പണിഞ്ഞു തരും. നിന്റെ കടം കയറി മുടിഞ്ഞു പോയ നിന്റെ ജീവിതാനുഭവങ്ങൾ അവന് സമാധാനം നൽകി തരും. മരണഭീതിയിൽ നിന്നെ വിടുവിക്കും. പാപത്തിൽ നിന്ന് സൗഖ്യം തരും. എപ്പോഴും നീ നിന്റെ കുടുംബവും സന്തോഷിക്കും. അതുകൊണ്ട് ഒരിക്കൽ യേശുക്രിസ്തുവിന്റെ ദാസന്മാർ ഇങ്ങനെ പറഞ്ഞു. ഒരുവൻ യേശുക്രിസ്തുവിന്റെ ദാസനോട് ചോദിച്ചു, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ ഉത്തരം പറഞ്ഞു, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഒരിക്കൽ കൂടെ പറയാം, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ വചനത്താൽ ദൈവം നിങ്ങളെ യേശുക്രിസ്തു മുഖാന്തരം അനുഗ്രഹിക്കട്ടെ.